ഈ ഷോളൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏകദേശം എൻ്റെ ഒരു ഫംഗ്ഷന് പോവാണെന്ന്. കാരണം ഞാൻ ഷോളൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. ഷോളില്ലാത്ത ചുരിദാറാണ് മാക്സിമം യൂസ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഒരു ഷോളൊക്കെ ഉള്ള ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ചെറിയൊരു പരിപാടി ഉണ്ട്. എങ്ങനെയുണ്ട്? ഞാനങ്ങനെ ഷോളുള്ള ഇതുപോലത്തെ വർക്കുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് വളരെ കുറവാണ്. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? ചന്ദനം തൊട്ടില്ല, പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ചന്ദനം തൊടണ്ടേ? ഞാൻ ചന്ദനം തൊടാറുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ട് വരാം. നമ്മളുടെ കൂടെ ഇന്ന് തക്കൂല്ല. തക്കൂന് ഇന്ന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് പോണേ. ആക്ച്വലി ഫംഗ്ഷൻ നാളെയാണ്, പക്ഷെ നാളെ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഇന്ന് അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തക്കുവിൻ്റെതായ ഒരു വേറെ ഫംഗ്ഷന് പോയി. നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോണത്. എന്താണ് പരിപാടി എന്നുള്ളത് അവിടെ പോയിട്ട് ഞാൻ പറയാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ബൈക്കിലാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലേ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് വയ്ക്കണ പയ്യൻ നമ്മുടെ ഫ്രണ്ടാട്ടോ. നമ്മുടെ ലൈവിലൊക്കെ അവൻ ജോയിൻ ആവാറുണ്ട് തിരക്കില്ലാത്ത സമയത്ത്. ഞാൻ കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേടി, ഇവിടെ ഭയങ്കര പൂഴിയാണ്, സ്ലിപ്പാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പയ്യെ നടന്നിട്ട് അങ്ങോട്ട് പോവാം. നല്ല എന്താ പറയാ, പച്ചപ്പ് വിരിച്ച സ്ഥലം. ഇവിടെ കണ്ടോ, ഇവിടെ അതിർത്തി മതിലോ വരമ്പോ അങ്ങനെയൊന്നുമില്ല. ഏകദേശം ഈ ഒരു സംഭവം കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ വരുന്നത് വീടിന്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ അല്ല കേട്ടോ, വേറെ സൈഡ് ഭാഗത്തുള്ള ഒരു വഴി കൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള പറമ്പും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വീട്. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമുക്കറിയില്ല. ഏതായാലും ബഹള പണിക്കാരുണ്ട്, അത് മനസ്സിലായി. കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം. രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞതിന്റെ ബാക്കിയാണ്. ഹായ്, അവ വീഡിയോ എടുക്കണ കാരണേ അവ ഇങ്ങോട്ട് തിരിയണില്ല. വീടിന്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ അത്. സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ട് ഹാൾ ഫുള്ള് വുഡിന്റെ പരിപാടിയാണ്. അവളെന്തായാലും ആഗ്രഹിച്ച് ഒരുപാട് നാളത്തെ അവളുടെ ആഗ്രഹമായിരുന്നു. ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ സാധനം? കയറി രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞതിന്റെ ബാക്കി ഐറ്റംസ് ആണ്. ഇനി നാളെ പരിപാടി ആവണതിന് മുമ്പ് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്. എന്തായാലും നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായിരുന്നു ഫംഗ്ഷൻ എന്ന്. ഹൗസ് വാമിംഗ് ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒത്തിരി കാലത്തെ ആഗ്രഹമായിരുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറുക എന്നുള്ളത്. എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാം വളരെ ഭംഗിയായി നടന്നു. അവരെല്ലാം അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യാനുള്ള നാളെ ഫംഗ്ഷൻ്റെ ഒരുക്കങ്ങളുടെ തിരക്കിലാണ് എല്ലാവരും. അതുകൊണ്ടാണ് അവളെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കാരണം തിരക്ക് പിടിച്ച പണിത്തിരക്കിൻ്റെ ഇടയിൽ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യണം ശരിയില്ലല്ലോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി സെറ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.